ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഈ ടോപ്പ് സെറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ടോപ്പും പാൻറ്റും വരുന്ന സെറ്റ്. അപ്പോൾ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ടൈപ്പാണ് കേട്ടോ. നമുക്ക് കൈത്തൈലുകൊണ്ട് തയ്ക്കണ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞങ്ങൾ വെക്കേഷൻ ആയിപ്പോൾ ഞങ്ങൾക്ക് ടോപ്പ് ചുമ്മാ ഒന്ന് തയ്ച്ച് നോക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ സാരി ഒന്ന് മടക്കണ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. എടാ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജസ്റ്റ് ഒരു തുണി ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സാരിയുടെ തുമ്പറ്റത്ത് ഇങ്ങനെ മടക്കിയാൽ മതി കേട്ടോ. നമ്മുടെ അറ്റ ഭാഗം വെച്ച് മടക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് തുണി വെട്ടി കളയേണ്ട ആവശ്യമില്ല. സാരിയുടെ തുമ്പറ്റത്ത് നിന്ന് വെട്ടി തുടങ്ങിയാൽ മതി. എന്നിട്ട് നമ്മുടെ ടോപ്പിൻ്റെ അളവ് ഭാഗം ഞാനിപ്പോൾ ഇട്ടതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മൾ കണ്ടു പഠിച്ചാൽ നമുക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം എൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിയാൽ മതിയടാ. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആ ടോപ്പ് രണ്ടായിട്ടാണ് മടക്കിയിടുക എന്നുള്ളത്. അപ്പോൾ രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ അപ്പോൾ എത്ര ഷേപ്പ് കിട്ടുന്നോ ആ ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ വരച്ച് പോകണം. ആദ്യം നമ്മുടെ കയ്യിലുള്ള അളവ് ടോപ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ വരച്ച് പോയാൽ മതി. എന്നിട്ട് നമ്മുടെ ആ കൈക്കുടിയുടെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 2 ഇഞ്ച് വരെയും നമ്മുടെ സ്ലിറ്റില്ലേ ഓപ്പൺ വരുന്ന ആ ഭാഗത്തു നിന്ന് 2 ഇഞ്ച് വരെയും കൊടുത്തിട്ട് അതൊന്ന് യോജിപ്പിച്ചിട്ടുള്ള നമുക്കൊരു വിട്ട് മതി. അതായത് വണ്ണം മതി. നമുക്ക് ടോപ്പിന് അത്ര വണ്ണം മതി. ഒരുപാട് തുണിയിട്ട് വെട്ടി കളയണ്ട, അത്ര വണ്ണം മതി. കഴുത്തിപ്പോൾ അളവ് തുണി ഉള്ളതുപോലെ വെട്ടണ്ട. നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയെടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ വെട്ടിയെടുത്ത ആ ഒരു ഭാഗം വെച്ച് തന്നെ ബാക്ക് പോർഷനും കൂടെ അതുപോലെ വെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ എത്ര അളവാണോ വേണ്ടത് അങ്ങനെ സെപ്പറേറ്റ് ബാക്ക് ഫ്രണ്ടും വെട്ടിയെടുത്താൽ മതി കേട്ടോ. കഴുത്ത്
കഴുത്ത് നമ്മൾ വെട്ടിയതിന് ശേഷം ക്രോസ് ആയിട്ട് തുണി വെട്ടിയിട്ട് നമ്മൾ കഴുത്ത് പൈപ്പിംഗ് ചെയ്ത് എടുക്കാവുള്ളൂ. കഴുത്ത് എങ്ങനെ ഞാൻ വൃത്തിക്ക് ചെയ്യണമെന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കിയാൽ മതി. ഇങ്ങനെ ഇതുപോലെ ക്രോസ് ആയിട്ട് തുണി എടുത്തിട്ട് അങ്ങനെ കഴുത്തിന് പൈപ്പിംഗ് കൊടുത്താൽ മതി. അടുത്ത നമുക്ക് പലാസോ പാൻറ്റാണ്. അപ്പോൾ പാൻറ്റിന് തുണി ഇടേണ്ട എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടോപ്പിന് എങ്ങനെയാണോ ഇട്ടത് അതുപോലെ തന്നെയാണ് മടക്കി പാൻറ്റിന് ഇടാനുള്ളത്. പിന്നെ നമ്മൾ വരയ്ക്കാനുള്ളത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കട്ടിങ്സ് വരുമല്ലോ, പാൻറ്റിൻ്റെ ഒരു വി ഷേപ്പ് കട്ടിങ്സ് വരുമല്ലോ. ആ കട്ടിങ്സ് കട്ട് ചെയ്ത് കളയാനുള്ള ആ ഒരു ഭാഗത്തായിട്ടാണ് ഇങ്ങനെ വിരിച്ചിടാനുള്ളത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരയ്ക്കുക. ഇങ്ങനെ വരച്ചിട്ട് കറക്റ്റ് ആദ്യം പാൻറ്റിൻ്റെ ഒരു വണ്ണത്തിൽ തന്നെ നമ്മൾ ചേർത്ത് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ 2 ഇഞ്ച് കൂടുതലിട്ട് വെട്ടി മാറ്റിയാൽ മതി. ആദ്യം ഇതുപോലെ ഒന്ന് വരയ്ക്കുക കേട്ടോ, എന്നിട്ട് വെട്ടി മാറ്റുക. ഞാനിപ്പം ആ ഒരു വി ഷേപ്പ് കട്ടിങ് ഉണ്ടോ, ആ ഒരു കട്ടിങ് അവിടെയാണ് നമുക്ക് ഓപ്പണിങ് വരാനുള്ളത്. ആ ഓപ്പണിങ് വരാനുള്ള ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് വെട്ടി മാറ്റിയെടുത്താൽ മതി. ഇത് നമ്മുടെ പാൻറ്റിൻ്റെ ഒരു കാലേ ആയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം അതുപോലെ തന്നെ മടക്കിയിട്ടിട്ട് നമ്മൾ ഒരു ഭാഗം കൂടെ അടുത്ത കാലിലൂടെ വെട്ടിയെടുക്കണം. ഇപ്പം നമ്മൾ വെട്ടിയെടുത്ത ആ ഒരു കാലിൻ്റെ അളവിന് അടുത്ത കാലിലൂടെ വെട്ടിയെടുത്താൽ മതി. ഞാനിപ്പോൾ വെട്ടിയതുപോലെ തന്നെ വീണ്ടും ഒരു മടക്കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ വെട്ടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൂടെ വെട്ടി മാറ്റുക. ഇതിപ്പോൾ ഒരു കാലേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 കാലും നമ്മൾ ഇതുപോലെ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ ചേർത്തിട്ടേക്കണം. ഇതുപോലെ ചേർത്തിട്ടതിന് ശേഷം ഞാൻ ഈ അടയാളപ്പെടുത്തിക്കുന്ന 2 ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം. അപ്പം നമ്മൾ 2 വശവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചീത്ത വശമാണ് കേട്ടോ. നമ്മൾ നല്ല വശം ചേർത്താണ് ഇങ്ങനെ നേരെ ഇട്ടിട്ട് ചീത്ത വശത്താണ് കേട്ടോ ഈ സ്റ്റിച്ച് കൊടുത്തേക്കുന്നത്. മറിച്ചൊന്നും ഇടണ്ട, നമ്മളൊന്ന് നേരെ ഇരുന്നത് ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ കിട്ടും. മറിച്ചൊന്നും ഇടണ്ട. ഇപ്പം നമുക്കൊരു കറക്റ്റ് പാൻറ്റിൻ്റെ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു പാൻറ്റിൻ്റെ കാലിൻ്റെ ആ ഒരു സൈഡിലൂടെ ഒന്ന് തച്ചാൽ മതി. അപ്പോൾ നമ്മൾ കൈത്തുന്നൽ കൊടുക്കുമ്പോൾ ഡബിളായിട്ട് കൈത്തുന്നൽ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല വശത്തേക്ക് ഇത് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ പലാസോ പാൻറ്റിൻ്റെ 90% കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഒരു 10% ഉള്ളൂ. അതായത് നമ്മുടെ ഇടുപ്പ് കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഒന്ന് മടക്കി ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ഓപ്പൺ നമ്മുടെ ആ ഒരു ഫ്രണ്ടിലത്തെ ഒരു പോർഷൻ ഇല്ലേ, അത് ജസ്റ്റായിട്ട് തയ്യലൊന്ന് ലൂസാക്കി കൊടുത്തിട്ട് ഒന്ന് മടക്കിയായി. നമ്മുടെ ഈ അണ്ടർ സ്കേർട്ടിലൊക്കെ നമുക്ക് വള്ളി ഇടാൻ വേണ്ടിയിട്ടൊരു ഓപ്പൺ പോലെ വരുമല്ലോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് അങ്ങനെ ഓപ്പൺ ഇട്ടിട്ട് നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ.
നമ്മളിതിനുള്ള ഇടുപ്പിൻ്റെ വശം റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഓപ്പൺ ഉണ്ട്. നമ്മൾ ആ ഓപ്പണിൽ കൂടെ ഇങ്ങനെ എലാസ്റ്റിക് കയറ്റി കൊടുത്താൽ മതി. നമ്മുടെ പിന്ന് വെച്ച് കയറ്റിയാൽ മതി. ആ എലാസ്റ്റിക്കിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമ്മളെ കറക്റ്റ് ഇടുപ്പളവ് ടൈറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ലൂസ് ചെയ്തെടുക്കേണ്ട കാരണം എലാസ്റ്റിക് നമുക്ക് വലിയും. അതുകൊണ്ട് നമ്മൾ നല്ല ടൈറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ചുരുക്കി കയറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ കയറ്റിയിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ എലാസ്റ്റിക്കും നമ്മുടെ ആ ഓപ്പൺ വരുന്ന ആ ഒരു പാൻറ്റിന് ഓപ്പൺ ഇട്ടില്ലേ, ആ ഭാഗം എല്ലാം കൂടെ ചേർത്ത് നല്ല ടൈറ്റ് ചെയ്ത് ഒരു 5-6 സ്റ്റിച്ച് അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. കൈത്തയിലിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടോപ്പ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ടോപ്പിനേക്കാളും ഭയങ്കര എളുപ്പമാണ് കേട്ടോ പലാസോ പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടോപ്പ് ട്രൈ ചെയ്തില്ലെങ്കിലും പാൻറ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഡെയിലി യൂസിന് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പാൻറ്റിനല്ലേ ക്ഷാമം. അപ്പോൾ ഒന്ന് ചെയ്താൽ നോക്കിയാൽ മതി കേട്ടോ. ലൈനിങ് ഒന്നും ഇടണ്ട, നമ്മൾ വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ കട്ടിയുള്ള നൈറ്റി പീസിലും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പമാണ് കൈത്തയിലിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.